നിന്റെ ലോകത്തെ എടുക്കുവാനായി സമീപിച്ചിരിക്കുന്ന ഈ ദാസനെ നിന്റെ കരുണയാൽ പുണ്യപ്പെടുത്തണമേ. നിന്റെ കൽപ്പനകളെ അനുപ്പാനങ്ങളെ ശക്തിപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ കർത്താവേ, നീ മാത്രം നല്ലവരും പാപമില്ലാത്തവരും കരുണാസമ്പന്നനുമാകുന്നു. ഈ നിന്റെ ദാസൻ പരിശുദ്ധ മുൻപാകെ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ജീവൻ നൽകുന്നതുമാകുന്നുവല്ലോ. സകലത്തിന്റെ നിന്റെ കൃപയെ നീ തിരിച്ചിരിക്കുന്നു. നീ വാഴ്ത്തപ്പെട്ടവൻ, സകലത്തിന്റെയും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഇവന്റെ പാപം നീ പരിഹരിച്ച് കാത്തുകൊള്ളണമേ. ഇവരിൽ നിന്ന് ഇവരെ കരുണാർഷിക്കണമേ. സൗഭാഗ്യകരമായ നിന്റെ ഭവനത്തിനെ ഇവരെ അർഹനാക്കണമേ. ഇവന്റെ ലംഘനങ്ങളെയും മനസ്സോടാതെയുമുള്ള ഇവന്റെ സകല തെറ്റുകളെയും അയച്ചു കളയണമേ. വിശുദ്ധിയോടുകൂടെ തന്നെ സമർപ്പിക്കുവാൻ ഇവന് ശക്തി നൽകണമേ. സുഹൃത ജീവിതത്തിനും സമ്പൂർണ്ണ സ്നേഹത്തിനും ഇവൻ ഭൂഷിതനാകണമേ. നിന്റെ നിധിയന്മാരുടെയും പരിജ്ഞാനത്തിനും സ്നേഹന്മാരുടെ വിശുദ്ധിക്കും സകലന്മാരുടെ ധൈര്യത്തിനും ഇവനെ നീ അർഹനാക്കണമേ. നിന്റെ പ്രകാശത്താൽ ഇവനെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൽപ്പനകൾ ആചരിക്കുന്നതിനുള്ള മനസ്സായി ഇവന് കൊടുക്കണമേ. പാപകരങ്ങളായ എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും കീഴ്പ്പെടുവാൻ ഇവനെ സഹായിക്കണമേ. സാത്താന്റെയും ദുഷ്ടമനുഷ്യരുടെയും കളികളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും ഇവനെ രക്ഷിക്കണമേ. നിന്റെ ബലമുള്ളതായ വലതുകൈ ഇവന് തുണയാകണമേ. ഇവന്റെ എല്ലാ നടപടികളിലും അവിടുന്ന് കാത്തുകൊള്ളണമേ. ഉറക്കത്തിലും ഉണർവിലും നിന്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുവാൻ ഇവന് സമ്മതിയാക്കണമേ. ഇതിനുമുമ്പാകെയുള്ള സമർപ്പണത്തിന്റെ ജീവിതം ഇവന് നിന്റെ കൃപയാൽ ശ്രദ്ധിക്കണമേ. നിന്റെ മഹത്വത്തിനായിരിക്കുന്ന നിന്റെ ശുശ്രൂഷകണമേ. ഞങ്ങൾ ജീവനം നിൽക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നിന്റെ കൃപയാൽ ആകാശത്തെയും ഭൂമിയും അവയിലുള്ള സകലത്തെയും നീ സൃഷ്ടിച്ചു. പ്രത്യക്ഷങ്ങളും അപ്രത്യക്ഷങ്ങളുമായ എല്ലാ ചരാചരങ്ങളെയും നിന്റേതായി നീ നിർമ്മിച്ചു. സ്വർഗത്തിൽ അനവരതം നിന്നെ സ്നേഹിക്കുന്ന ആത്മീയ ശുശ്രൂഷക്കാരെ നിനക്കായി നീ നിയോഗിച്ചു. ഭൂമിയിൽ നിന്റെ സഭയെ ശുശ്രൂഷ ചെയ്യുവാൻ മൺമേരായ ശുശ്രൂഷകന്മാരെ നീ തിരഞ്ഞെടുത്തു. സ്വർഗീയന്മാരുടെ ശുശ്രൂഷ എന്ന പ്രകാരം ഭൗമികരുടെ ശുശ്രൂഷയിൽ നീ സന്തോഷിക്കുന്നു. അവരുടെ സേവനത്തിന് തക്കവണ്ണം വിവിധ ക്രമത്തിൽ നിന്റെ മദ്ബഹായിലെ ശുശ്രൂഷക്കാരെ നീ നിയോഗിച്ചു. ഇവർ സ്തോത്ര കീർത്തനങ്ങളാൽ നിത്യവും നിന്റെ പരിശുദ്ധ നാമമാതിരിക്കുന്നു. അവരുടെ ശുശ്രൂഷകളിലും കീർത്തനങ്ങളിലും നീ ആനന്ദിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, വിനയത്തോടെ തിരുസന്നിധി നിൽക്കുന്ന നിന്റെ ദാസനെ കടാക്ഷിക്കണമേ. ഇവൻ നിന്റെ സ്തുതി ഗായകന്മാരുടെ ഗണത്തിൽ ചേരുവാൻ വാഞ്ചിച്ച അനുവാദത്തോടെ കൈവപ്പ് ഇവിടെ സന്നദ്ധനായിരിക്കുന്നു. ഇവന്റെ കടങ്ങളെ പരിഹരിച്ച് പാപങ്ങളെ മോചിക്കണമേ. ഇവനിൽ മനസ്സോടോ മനസ്സുകൂടാതെയോ വിചാരത്തിലോ സംഭാഷണത്തിലോ പ്രവർത്തനത്താലോ വന്നുപോയിട്ടുള്ള എല്ലാ കറകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഇവനെ നിർമ്മലീകരിച്ച് വെടിപ്പാക്കണമേ.
ആത്മീകവും ശാരീരികവുമായ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഇവനെ ശുദ്ധീകരിക്കണമേ. വിവേകത്തോടെ വായിക്കുന്നതിനും താല്പര്യമായി നിനക്ക് സ്തുതി പാടുന്നതിനും സർവ്വയോഗ്യതയിലും നിന്റെ ശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിനും ഇവന് ബോധപ്രകാശം നൽകണമേ. ഇവന്റെ ആത്മശരീരങ്ങളെ വെടിപ്പിലും വിശുദ്ധിയിലും കാത്തോളണമേ. നിന്റെ ആലയത്തിൽ ഇവൻ ദേവാശ്രയത്തിലും വിനയത്തിലും പെരുമാറുമാറാകണമേ. സ്വർഗീയ മാലാഖമാരിൽ എന്നവണ്ണം ഇവനിലും ഇവന്റെ സ്തോത്രങ്ങളിലും നീ പ്രസാദിക്കണമേ. ആത്മശുദ്ധിയും ബോധ നൈർമല്യവും പരിശുദ്ധ ജീവിതവും വിനീത നടപടികളും വിവേകജ്ഞാനവും ഇവന് നൽകണമേ. ഇവന്റെ ആയുസ് മുഴുവൻ നിനക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വാചനമായി തീരണമേ. ആയുധമായ പരിശുദ്ധ കന്യമറിയാമിന്റെയും മോർ സ്നാത്യോസ് ബാവായുടെയും മോർ തോമാസ് ലിഹായുടെ മോർ സെലിയോസ് ബാവായുടെയും മോർ ഇഗ്നാത്യോസ് എലിയാസിയൻ ബാവായുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ സാധിക്കുമാറാകണമേ. ഹോശോ സജീവനായ ദൈവത്തിനും ബോധത്തിനും ബഹുമാനത്തിനും പ്രാഭവത്തിനും തന്റെ പരിശുദ്ധ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കും പരിശുദ്ധ മദ്ബഹായിൽ സേവന ചെയ്യുന്നവരുടെ ഗണത്തിൽ ചേർക്കുന്നതിനുമായി മാത്യു പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. Have you suffered so many things in vain? If indeed it was in vain, therefore he who
supplies the spirits to you and works miracles among you? Does he do it by the works of the law or by the hearing of faith? Just as Abraham believed God, and it was accounted to him for righteousness. Therefore, know that only those who are of faith are sons of Abraham. And the scripture, foreseeing that God would justify the nations by faith, preached the gospel to Abraham beforehand, saying, "In you all the nations shall be blessed." So then those who are of faith are blessed with believing Abraham. Amen. Hi, Barkimor. Again we call to remembrance, O Lord, all our brethren, the faithful and true Christians who have bidden us and earnestly requested us, humble and feeble though we be, to remember them on this occasion and at this time. We praise Thee, Lord God Almighty, on behalf of all those who have fallen in all kinds of our trials and taken refuge in Thee, that they may soon be delivered and visited by Thee, and on behalf of this congregation to serve by God, and for the unity and prosperity of all her faithful members, that they may continue in virtue, let us beseech the Lord. ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതു കരം